നമസ്കാരം, ഞാൻ ബോബി സാഗർ. ഇന്ന് ഞാനുള്ളത് ഒരു മികച്ച സംഘാടകൻ, പ്രവർത്തിച്ച എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയോട് കൂടെയാണെന്ന് ഞാനുള്ളത്. സേവ്യർ ഗ്രിഗറി എന്ന സാറിനോടൊപ്പമാണ് ഞാനുള്ളത്. അദ്ദേഹം മൂക്കുന്നൂർ സ്വദേശിയാണ്. സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. നിലവിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിലവിലിപ്പോൾ ഉണ്ട്. ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഞാൻ ബാങ്കിൽ നിന്ന് പോയതിനു ശേഷം 2 സ്ഥാപനങ്ങളിൽ ഞാൻ ജോലി ചെയ്തു. അതും എനിക്ക് എൻ്റെ ഈ കലയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വളരെ സഹായകരമായിട്ടുള്ളൊരു 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് തൃപ്പൂണിത്തുറയിലെ ചോയ്സ് ഫൗണ്ടേഷൻ. ആ ചോയ്സ് ഫൗണ്ടേഷൻ ജനറൽ മാനേജർ എന്നുള്ള എനിക്ക് സ്കൂളിൻ്റെ ചുമതലയും അവിടുത്തെ കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്ന ഒരു ക്യാമ്പസാണത്. JT പാക്ക് എന്നൊരു തിയേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരുപാട് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് എനിക്ക് സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ എല്ലാ കലാപരമായിട്ടുള്ള ഒരു സാഹിത്യ എന്താ പറയുക സംഗീത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ജനറൽ മാനേജറായിട്ട് വന്നു അങ്കമാലിയിൽ. അവിടെയും ഇതുപോലെ തന്നെ അവിടുത്തെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിയോടൊപ്പം തന്നെ ഇത് കൊണ്ടു നടക്കുക എന്നുള്ളത് എൻ്റെ ബാങ്കിലുള്ള മുതലുള്ള എൻ്റെ ശീലം തന്നെയാണ്. ഇപ്പോൾ മൂക്കന്നൂർ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു. ചാരിറ്റി, അതായത് ഇപ്പോൾ ഒരു നമ്മുടെ രോഗികളെ സഹായിക്കുന്ന ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്ന മൂക്കന്നൂർ സഹൃദയ ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ട്. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ മൂക്കന്നൂർ വികസന സമിതി എന്ന് പറയുന്ന സമിതിയുണ്ട്. ആ സമിതി അവിടെ കുറേ അധികം കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മാരത്തൺ സംഘടിപ്പിക്കാനായിട്ട് ഉള്ള ചുമതല ഒരിക്കലും എന്നെ ഏൽപ്പിക്കാൻ കാരണം ഞാൻ 2014 മുതൽ മിനി മാരത്തോണുകളിൽ പങ്കെടുത്ത് വരുന്നതാണ്. ഒരു 2 10 കിലോമീറ്റർ ഓടും. വലിയ തോതിലുള്ളതല്ല, ചെറിയ മാരത്തോൺ. എൻ്റെ പ്രായത്തിനനുസരിച്ച്, എനിക്ക് 72 വയസ്സായതുകൊണ്ട് ആ പ്രായത്തിനനുസരിച്ചുള്ള, അപ്പോൾ ഞാൻ 61 വയസ്സിൽ തുടങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ്. എൻ്റെ ആരോഗ്യത്തിൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെ എന്താ കാഴ്ചപ്പാടിൻ്റെയൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുള്ളതാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ 3 മാരത്തോൺ മൂക്കന്നൂർ സംഘടിപ്പിച്ചു. നിലവിൽ സാറിനെ പരിചയപ്പെടുന്ന സമയത്ത് സാറ് ഫെഡറൽ ബാങ്കിലാണ് മാനേജറായിരുന്നു. അപ്പോൾ അങ്കമാലിൽ വെച്ചിട്ടാണ് സാറിനെ പരിചയപ്പെടുന്നത്. ഈ ബാങ്ക് ജീവിതം എങ്ങനെയായിരുന്നു? ബാങ്ക് അതൊരു വലിയൊരു ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമല്ലോ. അപ്പോൾ അത് കലാപ്രവർത്തനവും പൊതുരംഗത്തുള്ള പ്രവർത്തനം എല്ലാം കൂടി എങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ബാങ്ക് ജീവിതം എനിക്ക് ചെറുപ്പം വരെ 15 വയസ്സിൽ ബാങ്കിൽ ജോയിൻ ചെയ്തതാണ്. അതായത് അന്നൊരു സ്കീമുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നവരെ ബാങ്കിലേക്ക് നേരിട്ട് എടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. KP വർമ്മ സാർ അങ്ങനെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബാങ്കിൽ ജോയിൻ ചെയ്ത് ഞാൻ. അതിനുശേഷം പഠിക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം കോളേജിൽ എൻ്റെ കൂട്ടുകാർക്ക് കോളേജിൽ പോകുമ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഇതൊരു ജോലി സുരക്ഷിതമാക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ 3 വർഷം ബാങ്കിൽ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും 18 വയസ്സാകും. അപ്പോൾ 18 വയസ്സാകുമ്പോൾ നമുക്ക് ബാങ്കിൽ സ്ഥിരമായിട്ട് നമ്മളെ സ്ഥിരപ്പെടുത്തും. അതായിരുന്നു അന്നത്തെ സ്കീം. അപ്പോൾ അത് ഈ ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയ കുട്ടിയായിരിക്കും തന്നെ ബാങ്കിൽ വന്നുകൊണ്ട് ജീവിതം എന്താണെന്ന് തുടങ്ങിയത് തന്നെ ബാങ്കിൽ കൂടെയാണ്. അപ്പോൾ ബാങ്കിൽ ഒരുപാട് അവസരങ്ങളുള്ളത്, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പോൾ ക്ലർക്കായിട്ട് തുടങ്ങിയെങ്കിലും പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്ഥലമാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും, ബോംബെ, കൽക്കട്ട, ഡൽഹി, മദ്രാസ്, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ അവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് പാട്ട് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും പാട്ടിനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെയുള്ള പല സ്ഥലങ്ങളിലും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഉള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എനിക്ക് ഈ ബാങ്കിൽ പലപ്പോഴും വളരെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ അല്പം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഉത്തരവാദിത്തങ്ങളുള്ള ജോലികൾ ഉണ്ടാകുമ്പോഴും അതിനൊക്കെ നമുക്കൊരു റിലീഫ് കിട്ടിയിരുന്നത് എൻ്റെ പാട്ടിനോടുള്ള താല്പര്യമായിരുന്നു. അപ്പം ഇനി സാറിൻ്റെ ഒരു പാട്ടാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു, ഓമനെ നീ
വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. സാറേ മനോഹരമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഒരു ഗായകൻ എന്നതിലുപരി സാറിനെ ഞാൻ പരിചയപ്പെടുന്ന സമയത്തൊക്കെ സാറ് ബാങ്കിലെ ഉദ്യോഗസ്ഥനിലുപരി പൊതുരംഗത്ത് വളരെ സജീവമായിട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ ഒരു കടമയാണെന്ന് കൂടെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ശിവ സാറിനെ വിളിച്ചത്. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ സാറത് ഓക്കെ എപ്പോൾ വരേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ പൊതുമേഖലാ രംഗത്ത് നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, അത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമായ രീതിയിലുള്ളൊരു സംഘടനയാണോ? നമ്മുടെ സംഘടന ഒരു 2012 മുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇത് മൂക്കന്നൂർ, തുറവൂർ, കറുകുറ്റി 3 പഞ്ചായത്ത് അതിർത്തിയിലുള്ള ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് പൈസ വേണ്ടതാണ് ക്യാൻസർ ചികിത്സ. പക്ഷേ ഞങ്ങളുടെ പരിമിതമായ ഫണ്ടിൽ നിന്നുകൊണ്ട് കുറേ സഹൃദരായുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷനാണ് ഇതിൻ്റെ പ്രവർത്തനം മൂലധനം. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ പേഷ്യൻസിനും ഒരു 10,000 ആ രീതിയിലൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഒറ്റ പ്രാവശ്യം സഹായിക്കുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അത് കുറച്ചുകൂടി വിവരപ്പെടുത്താനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ പക്ഷേ എങ്കിൽ പോലും അതുപോലെ നമുക്ക് കഴിയാത്ത രീതിയിൽ അത്രയധികം പേഷ്യൻസ് നമുക്കറിയാവുന്നതുപോലെ ക്യാൻസർ പേഷ്യൻസിൻ്റെ അവരുടെ എണ്ണം കൂടി ഒരുപാട് കൂടുന്നതുകൊണ്ട് ഈ പറയുന്ന 3 പഞ്ചായത്ത് അതിലാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് അപേക്ഷകൾ കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോയി അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയി കാണുക. പലപ്പോഴും നമ്മളത് ഒരു അന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും പോകുന്നത്. ഞങ്ങൾ ചെക്കുമായിട്ടായിരിക്കും പോകുന്നത്. കാരണം അവിടെ വെച്ച് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ കിട്ടാറ്. കാരണം ഒരു ബുദ്ധിമുട്ട് അവരെ കൊണ്ട് പിന്നെ നടത്തിക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ കൊടുക്കുന്ന രീതിയിലാണ് വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല സ്വീകാര്യത കിട്ടിയിട്ടുള്ളതാണ്. പേര് അറിയാം. മൂക്കന്നൂർ സഹൃദയ ചാരിറ്റബിൾ സൊസൈറ്റി മൂക്കന്നൂർ എന്നാണ് ഈ നമ്മുടെ അതൊരു സൊസൈറ്റി ആണത്. സൊസൈറ്റി കറുകുറ്റി, മൂക്കന്നൂര്, തുറവൂര് ഈ 3 പഞ്ചായത്തിലുള്ള അർഹരായ രോഗികൾക്കാണ് സഹായം. അത് കൂടുതലും നിർധനരായുള്ള പേഷ്യൻസിനാണ്. കാരണം ഇപ്പോൾ ഇതിൽ തന്നെ സമ്പന്നരായിട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ആവശ്യമില്ല എന്നുള്ളതല്ല, നമുക്കത് സാധിക്കില്ല. നമുക്ക് കഴിയാവുന്നതും നിർധനരായിട്ടുള്ളവരെയാണ് നമ്മളിതിൽ പരിഗണിക്കുന്നത്. അതുപോലെ സാറ് ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാരവാഹിത്വം പല തലത്തിലുള്ള ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയായിരുന്നു അത് ഫിസാറ്റുമായിട്ട് ബന്ധപ്പെട്ട്? ഫിസാറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള കോളേജല്ല. അതൊരു ട്രേഡ് യൂണിയൻ നടത്തുന്ന കോളേജാണ്. ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ. ആ അസോസിയേഷൻ എൻ്റെ എഡ്യൂക്കേഷണൽ ഒരു വിങ് ഉണ്ട്, എഡ്യൂക്കേഷൻ സൊസൈറ്റി. ആ സൊസൈറ്റിയാണ് ഈ പറയുന്ന കോളേജ് തുടങ്ങിയത്. അത് മൂക്കന്നൂർ ഏകദേശം ഇപ്പോൾ 40 ഏക്കർ സ്ഥലം അതിനുണ്ട്. അതങ്ങനെ 2000-ൽ തുടങ്ങിയതാണ്. അത് വളരെ ഇപ്പോൾ 25-ാം വർഷമാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 9 പേരുള്ളൊരു ഒരു മാനേജിങ് കമ്മിറ്റി ഉണ്ട് പുറമേ നിന്ന് വരുന്നത്. അതായത് ബാങ്കിലെ ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾ കൂടാതെ 9 പേരെ തിരഞ്ഞെടുക്കും. അത് ഞങ്ങൾ ഓഫീസേഴ്സിൽ നിന്ന് ഞങ്ങൾക്ക് മത്സരം ഒരു എന്താ പറയുക തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വേണം വരാനായിട്ട്. ഞാൻ ഈ മാനേജിങ് കമ്മിറ്റി മെമ്പറായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ മാനേജിങ് കമ്മിറ്റി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട് അതിൽ നിന്ന് പിന്നെ ഗവേണിംഗ് ബോഡിയിലേക്കും പിന്നെ വൈസ് പ്രസിഡന്റ് എന്നൊരു സ്ഥാനത്തേക്കൊക്കെ സാറിന് അതിനകത്തേക്ക് വീണ്ടും അതിനകത്തുനിന്ന് വേറൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പം അങ്ങനെ ഞാൻ 2 ടൈമിൽ ഈ 2 വർഷം കൂടുന്ന 2 ടൈമിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഏകദേശം ഒരു 15 വർഷക്കാലം മാനേജിങ് കമ്മിറ്റി മെമ്പറായിട്ട് തുടർന്നിട്ടുണ്ട്. നല്ല പ്രഗത്ഭമായ നല്ല മികച്ച രീതിയിൽ പോകുന്ന ഒരു കോളേജാണ്. ഇപ്പോഴും നന്നായിട്ട് നടക്കുന്നത്. ചെറുപ്പത്തിലെ കലയോടുള്ള അല്ലെങ്കിൽ പാട്ടിനോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ സംഗീതം പഠിക്കാനുള്ള ഒരു സാഹചര്യം, അത് മീൻസ് 15 വയസ്സിൽ ജോലി കയറി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു ഉത്തരവാദിത്തമുള്ളൊരു ജോലിയിലേക്കാണ് കയറുന്നത്. അപ്പോൾ ആ സമയത്ത് പാട്ട് പഠിക്കാൻ സാധിച്ചായിരുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ കൊയർ സംബന്ധമായിട്ടും അങ്ങനെയൊക്കെ? അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കറിയാം ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പാട്ട് പഠിക്കാനും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. ഇപ്പോൾ ഉള്ളവരുടെ സൗകര്യങ്ങളൊന്നും തന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറവാണ് അങ്ങനെയുള്ള അത് തന്നെ അതൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ ഈ പാട്ട് നമുക്ക് മറ്റേ ഈ സിനിമാ ഗാനങ്ങളൊക്കെ റേഡിയോയിൽ കൂടെ വരുന്നതൊക്കെ കേട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മുടെ ഒരു വഴിയായിരുന്നു. പക്ഷെ അത് വളരെ കാര്യമായിട്ട് തന്നെ കേൾക്കുമായിരുന്നു. എല്ലാ ഹിന്ദി പാട്ട് അടക്കമുള്ളത് കേൾക്കുകയും അത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ സ്കൂളിലെ ഓരോ പരിപാടികളിലും നമ്മുടെ പാട്ടിൽ പങ്കെടുപ്പിക്കും. പള്ളിയിലാണെങ്കിലും മറ്റേ അവിടുത്തെ പള്ളിയിലെ പൊതുവായിട്ടുള്ള പല പരിപാടികളിലും പങ്കെടുക്കും.
പള്ളിയിലെ കൊയറിൽ ഞാൻ അധികം പാടില്ല. പലപ്പോഴും ഞാൻ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ലല്ലോ, തുടർച്ചയില്ല. അതുകൊണ്ട് ഒരിക്കലും പള്ളിയിലെ കൊയറിൽ നമുക്ക് പാടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അന്ന് ഞാൻ ഈ 10ാം ക്ലാസ് പാസ്സാകുന്ന വരെ എനിക്ക് വന്ന് പള്ളിയിലെ അന്നത്തെ ആദ്യകാലത്തെ ഗായക സംഘം എന്ന് പറഞ്ഞ പ്രായമുള്ള എൻ്റെ തന്നെ ഒരു വല്യപ്പൻ ഉണ്ടായിരുന്നു, ജോസഫ് ആശ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം റബേക്ക എന്ന് പറഞ്ഞു, വയലിന് റബേക്ക എന്നൊരു പേരുണ്ട് മലയാളത്തിൽ. റബേക്ക വായിക്കുമായിരുന്നു അദ്ദേഹം. പിന്നെ ഒരാളൊരു ത്രികോണാകൃതിയിലുള്ള ഒരു സാധനം ഒരു താളത്തിനുള്ളത്, പിന്നെ ഒരു ചെറിയ ഡ്രം. ഇത് മൂന്നുമാണ് അന്നത്തെ പള്ളിയിലെ കൊയറിലുള്ളത്. അപ്പൊ അതിൽ ഞാൻ ഈ എപ്പോഴും ഒന്നുകിൽ ഈ ജിഞ്ചിഞ്ചി എന്നുള്ള ആ താള വാദ്യം അല്ലെങ്കിൽ ഈ തമ്പേർ, ഇതിലായെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്തു. പള്ളി പോകുമ്പോഴൊക്കെ ഞാൻ അതിൽ കൈകാര്യം ചെയ്യുമായിരുന്നു. പിന്നെ അത് കൂടാതെ എനിക്ക് ഈ താളം ഈ പാട്ടുകൾക്കുള്ള വേറൊരു ബന്ധം വെച്ചാൽ അവിടെ 2 ബാൻഡ് സെറ്റുകൾ ഉണ്ടായിരുന്നു മൂക്കന്നൂർ. അക്കാലത്ത് ബാൻഡ് സെറ്റുകൾ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു എല്ലാ പരിപാടി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ 2 ബാൻഡ് സെറ്റ് ഉണ്ട് കോമ്പറ്റീഷനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഒരു ബാൻഡ് സെറ്റ് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ ഈ ക്ലാർനെറ്റും ഇതെല്ലാം വായിക്കാൻ പഠിപ്പിക്കാനായിട്ട് ആശാന്മാർ വരുമ്പോൾ ഞങ്ങളതൊക്കെ പോയിരുന്ന് കേൾക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഈ സൈട്രം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ആ സൈട്രമാണ് ഞാൻ അന്ന് അവിടുത്തെ ചേട്ടനോടൊക്കെ ചോദിച്ചു, ഈ സൈട്രം എടുക്കുകയും കണ്ടർ എന്നുള്ളത് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് എനിക്ക് അതുകൊണ്ട് വലിയ താല്പര്യമായിരുന്നു. പിന്നീട് ഞാൻ ഈ തപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെണ്ട കുറച്ച് ഞാൻ പഠിച്ചു. ചെണ്ട എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ജോലിയുടെ ആയിട്ട് ട്രാൻസ്ഫറായിട്ട് പോകുമ്പോൾ ചിറ്റാന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ ഈ രാത്രി കാലങ്ങളിലെ ചില ചിന്തുപാട്ട് അങ്ങനെയുള്ള, അതുപോലെ തന്നെ പഴനിക്ക് പോകുമ്പോൾ ഉള്ള വാദ്യം, ഇതിനൊക്കെ വെള്ളമൊക്കെ. അപ്പൊ ഞാൻ ഈ ഇതിലൊക്കെ ചെന്ന് കൂടെ എനിക്ക് തപ്പില് ഞാൻ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു താല്പര്യമുണ്ട് ഇതിനോട്. അപ്പൊ അന്ന് തപ്പിലൊക്കെ ഞാൻ അവിടുത്തെ പ്രൊഫഷണൽ കലാകാരന്മാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു എനിക്ക് തപ്പെന്ന് തരാൻ ചോദിക്കുമ്പോൾ അവർ ഞാൻ ബാങ്കിലെ മാനേജറാണ്, അപ്പൊ എനിക്ക് തരുകയും ചെയ്യും. അപ്പൊ ഞാൻ ഈ തപ്പ് അവരുടെ കൂടെ തന്നെ ഞാൻ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഈ എവിടെയെങ്കിലുമൊക്കെ കലാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി അതിൽ പങ്കെടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അല്ല, ഇത് ഈ പാട്ട് എല്ലാവരും പ്രൊഫഷണൽ പാട്ടുകാരല്ലെങ്കിലും അതിനോട് ചേർന്ന് ഒരു നല്ല സഹൃദയനായി നിൽക്കാന്ന് പറയാൻ തന്നെ ഒരു വലിയ കാര്യമാണത്. അത് പലർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പം അത് ഇത്രയും കാലമായിട്ടത് തുടരുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. സാറേ, ഈ കലാരംഗത്തുള്ള അനുഭവമാണ് നമുക്കിനി അറിയേണ്ടത്. കാരണം വെച്ചാൽ ഓഫീസിൽ ഇപ്പോൾ എത്ര നന്നായി വർക്ക് ചെയ്താലും ഈ വരുന്ന ക്ലയൻറ്റ് ശിവർ സാറേ ഇന്നത്തെ നല്ല പ്രകടനമായിരുന്നു പറയില്ലല്ലോ. പാട്ട് അതേപോലെ തന്നെ കലാരൂപം എവിടെയെങ്കിലും അവതരിപ്പിക്കുമ്പോഴാണ് അതിനുള്ള അപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടാനുണ്ടോ? പാട്ട് പാടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് രണ്ടെണ്ണം ഞാൻ പങ്കുവയ്ക്കാം. ഒന്ന്, ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ട് ഈ വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ട് പോകുമ്പോൾ അവിടെ ഒരു ഓണക്കാലത്ത് ഒരു ഗ്രാമ ഉത്സവം നടന്നു. അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളിലും എന്നെ ബന്ധപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നവർ. അപ്പോൾ അതിൻ്റെ സമാപനത്തിൻ്റെ ദിവസം ഞാനത് ഒരു ആശംസ പറയാനായിട്ട് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ആശംസ പറയാൻ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആശംസയ്ക്ക് വരായിട്ട് ഞാൻ 2 ലൈൻ പാട്ട് പാടാം എന്ന് പറഞ്ഞ് ഞാനന്ന് അന്ന് കാലത്ത് പോപ്പുലറായിരുന്ന ഒരു പാട്ടായിരുന്നു. ഞാനത് പാട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഏതായാലും അത് ഞാൻ 1-2 വാക്ക് സംസാരിച്ചതിന് ശേഷം ഞാനിത് പാടാമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രാമം മൊത്തം ഉണ്ട് അവിടെ. അത് വളരെ വലിയൊരു സ്വീകാര്യതയാണ് ശരിക്കും അത് കിട്ടിയത്. നമുക്ക് ബാങ്കിലേക്ക് ഇരിക്കുമ്പോൾ ബാങ്കിലെ മാനേജർ എന്നുള്ളൊരു നാട്ടിലൊരു സ്വീകാര്യത ഉണ്ട്, നമുക്ക് ഒരു നാട്ടുമ്പുറമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കലാപരമായ രീതിയിലേക്ക് ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് ഒരുപാട് പേര് വരികയും പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് ഞാൻ കേട്ട പാട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ പിന്നീട് അത് എനിക്ക് പാടണമെന്ന് തോന്നിയിട്ടുണ്ടെന്നൊക്കെ അവിടുത്തെ പല ചെറുപ്പക്കാർ വന്ന് എൻ്റെ അടുത്ത് പറയുകയും ഒക്കെ ചെയ്ത് വലിയൊരു അനുഭവമാണ്. അത് ഭയങ്കര അംഗീകാരമുള്ളത്. അതോടൊപ്പം തന്നെ പിന്നീട് അതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത് ഈ അടുത്ത കാലത്ത് ഒരു 10 വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ ഭാര്യ ഒരു സാഹിത്യകാരിയാണ്. ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് കവിതാരംഗത്ത് കുറേയധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ഒരു 26 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു 18 ഇംഗ്ലീഷ് കവിതാ സമാഹാരങ്ങളാണ്. അപ്പോൾ പല അന്തർദേശീയ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് കണക്ഷനുണ്ട്. അപ്പോൾ കെനിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സാഹിത്യ സമ്മേളനത്തിലേക്ക് ഒരു ക്ഷണനുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും പോകും. വൈഫിൻ്റെ ഒറ്റയ്ക്ക് പോകാനൊക്കെ ഇത്തിരി കാരണം ഇത്ര അകലെയൊക്കെ അല്ല. അപ്പം ഞാനും കൂടെ പോയി കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞിരുന്നു എന്തെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു പാട്ടൊക്കെ റെഡിയായിട്ട് പോയിരുന്നു. ആഫ്രിക്കൻ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ അവിടെ. കിസി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പോയിട്ട് ഈ പാട്ട് ഞാൻ ജില്ലിമളങ്കാട് എന്നുള്ള പാട്ടാണ് ഞാൻ പാടിയത്. നല്ലൊരു താളം വൈബൊക്കെയുള്ള പാട്ടാണ്. അത് പാടിയിട്ട് അവിടുത്തെ കൂടി ഇരുന്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരുമിച്ച് അതിൻ്റെ കൂടെ താളത്തിൽ നൃത്തം ചെയ്യുകയും
ആ മറ്റേതൊക്കെ ചെയ്തത് എനിക്ക് വലിയൊരു മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവർ വന്ന് എൻ്റെ അടുത്ത് അതിൻ്റെ എങ്ങനെയാണ് ഞാൻ കരോക്കെ വെച്ച പാടിയത്, അതിൻ്റെ കരോക്കെയൊക്കെ ചോദിക്കുകയും അതൊക്കെ ചോദിക്കുക, അത് വലിയൊരു രസമുള്ള അനുഭവമായിരുന്നു എനിക്ക്. ഇപ്പോൾ ശ്രീധർ സാറിൻ്റെ കലാരംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തുള്ള കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളല്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. ഇനിയിപ്പോൾ ഫാമിലിയിൽ ആരൊക്കെയാണ്, വീട്ടിലാരൊക്കെയാണുള്ളത്? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, 2 മക്കൾ, 2 മക്കളും വിവാഹിതരാണ്. അപ്പോൾ ഭാര്യ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഇംഗ്ലീഷിൽ ആണ് ഡോക്ടറേറ്റ് ഉള്ളത്. അതിൻ്റെ പേരിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നീട് കവിതയിലേക്കൊക്കെ തിരിയാൻ കാരണം പോയതുള്ളത്. ഇപ്പോഴും സജീവമായിട്ട് ആൾ രംഗത്തുണ്ട്. ഈ അടുത്തിടയ്ക്കാണ് 26ാമത്തെ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിനൊക്കെ ഞാനൊരു സപ്പോർട്ട് ചെയ്യും. എനിക്ക് പ്രൂഫ് റീഡിങ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ മറ്റേ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അത് ഓരോന്നിൻ്റെ കുത്തും കൊമയും കാര്യങ്ങളെല്ലാം നോക്കി ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് എനിക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഞാൻ വൈഫിൻ്റെ പേര് ഡോക്ടർ മോളി ജോസഫ്. മക്കളുടെ പേര് മോൻ ഗ്രെഗ് സേവിയർ, മോള് സ്നേഹ സേവിയർ. മകൻ വിവാഹിതൻ, 2 പേരും വിവാഹിതരാണ്, നാട്ടിലുണ്ട്. മകൻ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. മകൻ മികച്ചൊരു ഗായകനാണ്, ഒരു പ്രൊഫഷണൽ ഗായകൻ്റെ ഒരു രീതിയിലുള്ള പാട്ടുകാരൻ തന്നെയാണ്. പക്ഷെ അവൻ ഈ IT മേഖലയിലായതുകൊണ്ട്, പക്ഷേ ഒരു സമയത്ത് അവൻ മറ്റേ TCSൽ ഈ അവിടെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കുറേ കാലം അതിൻ്റെ ഇതുമായിട്ട് ഉത്തരവാദിത്വം അവരായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മകളും നന്നായിട്ട് പാടും. മകൾ ഹൈദരാബാദിലാണ്, 2 കുട്ടികളുണ്ട്. അവളും ഇതുപോലെ തന്നെ അവിടുത്തെ സമിതികളിലെ സംഘങ്ങളിലൊക്കെ കാര്യങ്ങളിലൊക്കെ പാടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. നിലവിലിപ്പോൾ സാർ ഇവിടെ മ്യൂസിക് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പോകുന്നുണ്ട്? പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഉണ്ട്. ഇപ്പം ഞാൻ കരോക്കെ ഗാനങ്ങളാണ് നമുക്കറിയാമല്ലോ. കാരണം അപ്പോൾ ഈ നമ്മൾ ഈ മിക്കവാറും സജീവമായിട്ട് നിർത്താണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവിതത്തെ വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് മ്യൂസിക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിലെ വിരസത എന്തെങ്കിലും തരത്തിലൊക്കെ ജോലി, അതുപോലെ ടെൻഷനുള്ള പല ജോലികളും ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷവും ഇവിടെ സോങ് ലവേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, സോങ് ലവർ. അതൊരു 10-14 വർഷമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. പക്ഷേ ഞാൻ അധികം നാളായിട്ടില്ല അത് ചേർന്നിട്ട്. മാസത്തിലൊരിക്കൽ ഞങ്ങളത് എവിടെയെങ്കിലും അങ്കമാലി ബേസ് ചെയ്തിട്ടാണ്. ഒരു പ്രാവശ്യം എറണാകുളത്തുണ്ടായിട്ടുണ്ട്, ഒരു പ്രാവശ്യം കൊരട്ടിയിൽ നടത്തിയിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം മൂക്കന്നൂർ നടത്തി. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും മാറി മെമ്പേഴ്സ് ഒരുപാടെങ്കിൽ ഈ പാടാൻ വരുമ്പോൾ മിക്കവാറും പലരും ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ മറ്റേ റിട്ടയർ ചെയ്ത് വേറെ അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും ഒരു വൈകുന്നേരം ഞങ്ങളൊരു 6 മണിക്കൊക്കെ കൂടിയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഹാളിൽ കൂടിയിട്ട് ഒരു 15-20 പേര് താഴെയാണ് ഉണ്ടാവാറുള്ളത് പാടുന്നവർ കൂടിയിട്ട് ഞങ്ങൾ കരോക്കെ ഗാനങ്ങൾ 1-2 ഒക്കെ വെച്ച് പാടും. ഏതെങ്കിലും ഒരു തീം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം സലിൽ ചൗധരി ആയിരുന്നു തീം. ഒരു പ്രാവശ്യം ജയേന്ദ്രൻ മരിച്ചതിന് ശേഷം ജയേന്ദ്രനായിരുന്നു ഒരു പ്രാവശ്യത്തെ പാട്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീം വെച്ചിട്ട് നമ്മൾ പിന്നെ ഒരു പ്രാവശ്യം നാടക ഗാനങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് വൈവിധ്യമുള്ള ഗാനങ്ങളൊക്കെ നമുക്ക് പണ്ട് കേട്ട് മറന്നുള്ള ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരമുണ്ട്. പിന്നെ പാടുമ്പോൾ ആ ഒരു സന്തോഷം അത് ഒരുപാട് നല്ല സജീവമായിട്ട് തന്നെ പോകുന്നുണ്ട്. അത് സേവർ സാറിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകരോടായിട്ടൊരു കാര്യം, സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാൻസറിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അവിടെ ക്യാൻസർ രോഗികളെ സഹായിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ മൂക്കന്നൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് കറുകുറ്റി, തുറവൂർ, മൂക്കന്നൂർ ഈ പഞ്ചായത്തിൽ പെടുന്ന നിർധനരായിട്ടുള്ള രോഗികൾക്കാണ് സഹായം ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ആരൊക്കെയും നമ്മളെ പരിചയത്തിലുണ്ടെങ്കിൽ സാറിൻ്റെ ഈ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെടണം. കാരണം നിർധനരായിട്ടുള്ള രോഗികൾക്ക് അത് വലിയൊരു സഹായമാണ്. അപ്പോൾ താങ്ക് യു സാർ, ഇങ്ങനൊരു ഷോയിൽ വന്നതിൽ. തുടർന്നും സാറിൻ്റെ പാട്ടുകളും നിർധനരായിട്ടുള്ള രോഗികൾക്കുള്ള സഹായവും സാമൂഹ്യ രംഗത്തുള്ള ഈ സേവനങ്ങളെല്ലാം തുടരാൻ സാധിക്കട്ടെ. ഇനിയുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ വലിയ നന്മകളും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്ന ആളാണ്. അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടാണ്. ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞ കുറേ ഹോർമോൺസ് നമുക്കുണ്ട്. അത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ്. പാട്ട്, പൊതുസേവനം, രോഗികളെ സന്ദർശിക്കുക, രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുക,
മാരത്തൺ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. സാറ് ജോലി ചെയ്ത മേഖല സന്തോഷമുള്ളതാണ്, കാരണം ഈ നോട്ടാണല്ലോ, പക്ഷെ നമ്മുടെ അല്ലല്ലോ, അപ്പോൾ അത്ര സന്തോഷം. അത് ഒരുപാട് നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന പോലെയല്ല, ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരു മേഖല തന്നെയാണ്. കാരണം സമ്പത്തിൽ മറ്റുള്ളവരുമായിട്ട് പണമായിട്ടല്ലാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് അത്ര ഒരു സ്ട്രെസ് ഉള്ളതാണ്. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ നമ്മളൊരു സേവന സന്നദ്ധതയോട് കൂടി നമ്മുടെ ആളുടെ കളിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം അതിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 3-4 ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ആ ഹാപ്പി ഹോർമോൺസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ, നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള സേവനം ശരിക്കും നമ്മുടെ കൂടെ ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും ഞാൻ ഇപ്പോഴും എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് പങ്കുവയ്ക്കാനുള്ള കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇതുകൊണ്ട് ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതുപോലെ രോഗങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോഴും 72 വയസ്സിലും മരുന്നുകളൊന്നും കഴിക്കാതെ ജീവിക്കുന്ന ആളാണ്. എനിക്ക് പണ്ട് തുടങ്ങി ഞാൻ ഈ മരുന്നുകൾ കഴിക്കുന്നത് ഒരിക്കലും നമുക്ക് നല്ലതല്ല, കാരണം നമ്മുടെ ശരീരത്തെ ദോഷം ചെയ്യും. അതൊക്കെ സഹായിക്കുന്നത് നമ്മൾ ഈ നല്ല മനോഭാവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കും. അതുപോലെ മറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഒതുങ്ങിയിരിക്കാതെ ഇങ്ങനെ കാര്യങ്ങളിലേക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മ്യൂസിക് തന്നെയാണ്. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ, മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ, അർച്ചന ചെയ്തിടും ദാസരിൽ നാഥ കൃപയേകിടൂ, കൃപയേകിടൂ, ഹൃത്തിൻ മാലിന്യം നീക്കിടൂ നീ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ, സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. പരിമളമിയലാൻ ജീവിതമലരിൻ അനുഗ്രഹവർഷം ചൊരിയേണമേ, ചൊരിയേണമേ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ